റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് യോജിച്ചവ ചേർക്കാം എന്നാണ് ഒന്നാമത്തെ വർക്കായിട്ട് വന്നിട്ടുള്ളത്. താഴെ ഒരു 6 ചോദ്യങ്ങളുണ്ട്. അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സിമ്പിളാണ്. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ അതത് സ്ഥലങ്ങളിൽ എഴുതി കൊടുക്കുക. ഇവിടെ ഓപ്ഷനുകളായിട്ട് വന്നിട്ടുള്ളത് നോക്കൂ. മിസ്വാക്ക് ചെയ്യൽ, അതാണ് ഒന്ന്. പിന്നെ നിസ്കാരം, പിന്നെ മുഖം, പിന്നെ സുബ്ഹ്, ഖുനൂത്ത്, ഷഹാദത്ത്. ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ടുള്ളത്. ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നത്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നതിനൊരു പേരുണ്ടല്ലോ, ഷഹാദത്താണത്. അപ്പോൾ അതിൻ്റെ ആൻസർ നേരെ താഴേക്ക് ഇറക്കിയതാം, ഷഹാദത്ത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത്. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? നമ്മൾ ഇസ്ലാം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്നാണ് ഇപ്പോൾ ഈ ഷഹാദത്ത് അല്ലേ. രണ്ടാമത്തേത് എന്താണ്? നിസ്കാരമാണല്ലോ. എന്താ ഇവിടെ രണ്ടാമത്തേത്? നിസ്കാരം. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരം. നിസ്കാരം എന്നിവിടെ താഴേക്ക് എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസറായി. മൂന്നാമത്തെ ചോദ്യം എന്താ? വുളൂഇൻ്റെ സുന്നത്തുകളിൽ ഒന്ന്. വുളൂഇൻ്റെ സുന്നത്തുകൾ കുറച്ചാണ് പഠിച്ചിട്ടുണ്ടല്ലോ. ഈ മുകളിൽ ബ്രാക്കറ്റിൽ വുളൂഇൻ്റെ സുന്നത്ത് ഏതാണുള്ളത്? മിസ്വാക്ക് ചെയ്യൽ ഇവിടെ ഉണ്ട്. അത് വുളൂഇൻ്റെ സുന്നത്താണല്ലോ. അപ്പോൾ മിസ്വാക്ക് ചെയ്യൽ എന്ന് ഇവിടേക്ക് എഴുതാം. വുളൂഇൻ്റെ സുന്നത്തുകളിൽ ഒന്ന് മിസ്വാക്ക് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഇനി നാലാമത്തെ ചോദ്യം, വുളൂഇൽ കഴുകേണ്ട അവയവം. വുളൂ എടുക്കുമ്പോൾ നമ്മൾ തടവേണ്ട അവയവങ്ങളുണ്ട്, കഴുകേണ്ട അവയവങ്ങളുണ്ട്. അതിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കഴുകേണ്ട അവയവമാണ്. ഏതാണ്? ഇതിങ്ങനെ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആൻസർ ഒരു അവയവം തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അത് ഏതാണ്? മുഖമാണല്ലേ. അപ്പോൾ ഇതാണ് നാലാമത്തെ എൻ്റെ ഉത്തരം, മുഖം എന്നിവിടെ എഴുതാം. വുളൂഇൽ കഴുകേണ്ട അവയവം മുഖം. ഇനി അഞ്ചാമത്തെ നോക്കൂ. അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്ന ബാങ്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയും. അതേത് ബാങ്കിലാണ്? അതേത് നിസ്കാരത്തിൻ്റെ ബാങ്കിലാണ്? സുബ്ഹി ബാങ്കിലാണല്ലേ. അപ്പോൾ ഇവിടെ സുബ്ഹ് എന്ന് എഴുതാം. സുബ്ഹ് ബാങ്കിലാണ്. ഇനി ആറാമത്തത് എന്താ? സുബ്ഹ് നിസ്കാരത്തിലെ എഴുത്തിദാലിൽ 2 കൈ ഉയർത്തി ഓതുന്നത്. സുബ്ഹ് നിസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിൽ എഴുത്തിദാൽ കഴിഞ്ഞിട്ട് ആ എഴുത്തിദാലിൽ നമ്മൾ 2 കൈ ഉയർത്തിയിട്ട് എന്തോന്ന് ഓതുമല്ലോ. എന്താ അതിൻ്റെ പേര്? ഖുനൂത്തല്ലേ. ഇതാ 6ാമത്തത് ഖുനൂത്താണ്. അപ്പോൾ ഇവിടെ ഖുനൂത്ത് എന്ന് എഴുതി വെക്കാം. അപ്പോൾ അതിൻ്റെ ആൻസറായി. സുബ്ഹ് നിസ്കാരത്തിൽ എഴുത്തിദാലിൽ 2 കൈ ഉയർത്തി ഓതുന്നത് ഖുനൂത്ത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ശരിയും തെറ്റും അടയാളപ്പെടുത്താം. ശരി തെറ്റ് അടയാളപ്പെടുത്താനാണ്. ഇവിടെ 5 ചോദ്യങ്ങളുണ്ട്. ഇതിങ്ങനെ വായിച്ച് നോക്കുക. അതിൻ്റെ ഇടത് സൈഡിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ശരിയുള്ളത് ശരിയിടുക, തെറ്റുള്ളത് തെറ്റിടുക. അതാണ് ചെയ്യേണ്ടത്. ചില സമയങ്ങളിൽ തെറ്റ് ശരിയാക്കി എഴുതാനൊക്കെ വരാറുണ്ട്. ഇവിടെ അങ്ങനെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയും തെറ്റിട്ടാൽ മതി. അപ്പോൾ രണ്ടാമത്തത്, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷഹാദത്ത് കലിമ 2ഉം അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു പറയണം. ഷഹാദത്ത് കലിമ 2ഉം അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു പറയണം. അതങ്ങനെ തന്നെയാണല്ലോ. അതിൽ തെറ്റുകളൊന്നുമില്ല. അപ്പോൾ അത് ശരിയിടുക. പിന്നെ രണ്ടാമത്തെ എന്താ? വുളൂഇൽ മുഖം കഴുകുന്നത് ഒരു ഫർളാണ്. വുളൂഇൽ മുഖം കഴുകുന്നത് ഒരു ഫർളാണ്.
അല്ലേ? മുഖം കഴുകുന്നത് ഫർള് തന്നെയാണ്. നിയ്യത്താണ് ഒന്നാമത്തത്. പിന്നെ മുഖം കഴുകലാണ്, പിന്നെ കൈ കഴുകലാണ്, പിന്നെ തല തടവുക, കാല് കഴുകുക, ഇതൊക്കെയാണല്ലോ. അപ്പോൾ മുഖം കഴുകുന്നത് ഒരു ഫർളാണ്. ഇനി മൂന്നാമത്തത് മിസ്വാക്ക് ചെയ്യുന്നത് വുളൂഇൻ്റെ ഫർളുകളിൽ ഒന്നാണ്. മിസ്വാക്ക് ചെയ്യുന്നത് വുളൂഇൻ്റെ ഫർളാണോ? അല്ല. നമ്മൾ ഫസ്റ്റ് നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞല്ലോ, അവിടെ എന്താണ് പറഞ്ഞത്? പിന്നെ വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത്, അത് മിസ്വാക്ക് ചെയ്യലാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞത് ഫർളല്ല, സുന്നത്താണ്. അതുകൊണ്ട് ഇത് തെറ്റിടുക. ഇവിടെ സുന്നത്തുകളിൽ ഒന്നാണെന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാവും. ഫർളുകളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് മിസ്വാക്ക് ചെയ്യൽ വുളൂഇൻ്റെ ഫർളല്ല. നാലാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ വുളൂ മുറിയും. വുളൂ മുറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞത്, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ, അല്ലേ? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങലെന്ന് നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെ വകതിരിവ് നീങ്ങുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ വകതിരിവ് നീങ്ങും. അപ്പോൾ ഇതും ശരിയാണ് ഇവിടെ, അല്ലേ? ശരിയാണ്. ഇനി അഞ്ചാമത്തെ എന്താ? ബാങ്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്താണ്. ബാങ്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്തുണ്ടോ? ഇല്ല. അത് സ്ത്രീകൾക്ക് സുന്നത്തില്ല, പുരുഷന്മാർക്ക് സുന്നത്താണ്. അപ്പോൾ അത് തെറ്റാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ തെറ്റ് അടയാളപ്പെടുത്താം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം എന്നാണ്. കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ 2 എഴുതി കൊടുക്കാനുണ്ടാകും. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ. നമ്മൾ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമല്ലോ. അപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ കുറച്ചെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ 20ാമത്തെ പേജ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? നെറ്റി, മൂക്ക്, അതുപോലെ 2 മുൻകൈയിൻ്റെ പള്ളകൾ, പിന്നെ 2 കാൽമുട്ടുകൾ, പിന്നെ 2 പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ. ഇതൊക്കെയാണ് സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ. അതിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ 2 കാര്യങ്ങൾ എഴുതാണ്. ഒന്ന് നെറ്റിയാണ് എഴുതുന്നത്. നെറ്റി, മൂക്ക്, അത് രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതുക, നെറ്റി, മൂക്ക്. പിന്നെ അടുത്തൊന്ന് എഴുതുന്നത് 2 മുൻകൈയിൻ്റെ പള്ളകളാണ്. രണ്ടാമത്തത് 2 മുൻകൈയിൻ്റെ പള്ളകൾ. നെറ്റി, മൂക്ക്, 2 മുൻകൈയിൻ്റെ പള്ളകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇവിടെ രണ്ടാമത്തെ ചോദ്യം വുളൂഇൽ തടവേണ്ട അവയവങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വുളൂഇൽ കഴുകേണ്ട അവയവങ്ങളും തടവേണ്ട അവയവങ്ങളൊക്കെ ഉണ്ട്. കഴുകേണ്ട അവയവങ്ങൾ നേരത്തെ 1-2 പറഞ്ഞിരുന്നു. മുഖം, 2 കൈ, 2 കാലൊക്കെ കഴുകേണ്ട അവയവങ്ങളാണ്. എന്നാൽ തടവുണ്ട്. നമ്മൾ വുളൂ എടുക്കുമ്പോൾ ഏതൊക്കെയാണ് തടവൽ? ഒന്ന് തല തടവലുണ്ട്, അല്ലേ? അപ്പോൾ തല എന്ന് എഴുതാം, തല. പിന്നെന്താണ് തടവൽ? അത് കഴിഞ്ഞ ഉടനെ ചെവി തടവലുണ്ട്. അപ്പോൾ ചെവി, തല, ചെവി, ഇത് രണ്ടുമാണ് തടവേണ്ട അവയവങ്ങൾ. അപ്പോൾ അതങ്ങനെ എഴുതാം. പിന്നെ അതിൽ മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം നിസ്കാരം മനോഹരമാക്കാവുന്ന കാര്യങ്ങൾ. നമ്മൾ 11ാമത്തെ പാഠത്തിൽ, അവസാനത്തെ പാഠത്തിൽ നിസ്കാരം മനോഹരമാക്കാവുന്ന കാര്യങ്ങൾ കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കുക, വൃത്തിയും ശുദ്ധിയുമുള്ള വസ്ത്രം ധരിക്കുക, തലയും പെരടിയും മറക്കുക, പുരുഷന്മാർ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക, ഉന്മേഷത്തോടെ നിസ്കരിക്കുക, സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി ഭക്തിയോടെ നിസ്കരിക്കുക. അതൊരു പേജിൽ. പിന്നെ അടുത്ത പേജിലും അതേപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഞാനിവിടെ 2 കാര്യങ്ങൾ എഴുതാണ്. ഒന്നാമത്തത് വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കുക, അതാണ് എഴുതുന്നത്. ഒന്ന് വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തത് തലയും പിരടിയും മറക്കുക. അങ്ങനെ 2 കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. രണ്ടും നിസ്കാരം മനോഹരമാക്കാവുന്ന കാര്യങ്ങളാണ്. വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വന്നാൽ. ഇനി 4ാമത്തെ ഒരു ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ഉത്തരം എഴുതാം എന്നാണ്. ഉത്തരം എഴുതാം. താഴെ 3-4 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? നിസ്കാരം നിർവഹിക്കേണ്ട സമയം എത്രയാണ്? നിസ്കാരം നിർവഹിക്കേണ്ട സമയങ്ങൾ നമ്മൾ എത്ര വക്ത്, സമയം തന്നെ വക്തുകളാണല്ലോ, എത്രയാണ്? 5 വക്തുകളല്ലേ നമ്മൾ നിസ്കരിക്കൽ. അപ്പോൾ 5 എന്ന് എഴുതാം. 5 വക്താണ്. അപ്പോൾ 5 സമയങ്ങൾ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തത് തുമനീനത്തിൻ്റെ സ്ഥലങ്ങളിൽ 2 എഴുതുക. നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ തുമനീനത്ത്, അനക്കം, അടങ്ങൽ വേണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെവിടേക്കാണ്? റുക്കൂഇൽ വേണം, പിന്നെ ഇഅ്തിദാലിൽ വേണം, 2 സുജൂദിൽ വേണം, ഇടയിലെ ഇരുത്തം. ഇങ്ങനെ 4 കാര്യങ്ങളിലാണ് വേണ്ടത്. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ. പരീക്ഷയ്ക്ക് ഫുള്ള് ചോദിക്കുകയാണെങ്കിൽ ഫുള്ള് എഴുതണം. ഞാനിവിടെ 2 എഴുതാണ്. 1 റുക്കൂഇ, 2 സുജൂദ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം.
പിന്നെ ഇടയിൽ ഇരുത്തം എഴുതാം, ഇത്തിദാലൊക്കെ എഴുതാം. റുക്കോഴ് സുജൂദ് ഇങ്ങനെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫാത്തിഹയുടെ അവസാനം എന്ത് പറയണം? ഫാത്തിഹയുടെ അവസാനം എന്താണ് പറയേണ്ടത്? ആമീൻ എന്നല്ല പറയേണ്ടത്. ഫാത്തിഹയുടെ തുടക്കത്തിൽ ഔദ് പറയണം, അവസാനം ആമീൻ എന്ന് പറയണം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം എന്താണ്? ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ ആർക്ക്? ഇഖാമത്ത് മാത്രം. ബാങ്കു ഇഖാമത്തും പുരുഷന്മാർക്ക് സുന്നത്താണ്. എന്നാൽ സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് എന്നെഴുതാം. ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ ആർക്ക്? സ്ത്രീകൾക്ക്. അപ്പോൾ അതിൻ്റെ ആൻസറായി. പിന്നെ അടുത്തൊരു ആക്ടിവിറ്റി ഇവിടെ എന്ത് ചൊല്ലണം എന്നാണ്. എന്ത് ചൊല്ലണം എവിടേക്കാണ്? റുക്കോയിലും ഇത്തിദാലിലാണ് ചോദിച്ചിട്ടുള്ളത്. റുക്കോയിൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്? ഒന്നാമത്തേത് റുക്കോയിൽ നമുക്കൊക്കെ അറിയാം, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നാണ് റുക്കോയിൽ ചൊല്ലേണ്ടത് അല്ലേ? സുജൂദിലാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നാണ്. അതൊക്കെ അറിയാം, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് എഴുതുന്നുണ്ട്. റുക്കോയിലായതുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇത്തിദാലിലാണ് അടുത്ത ചോദ്യം. രണ്ടാമത്തത് ഇത്തിദാലിൽ. ഇത്തിദാലിൽ എന്താ നമ്മൾ ചൊല്ലുക? സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ഇത്തിദാലിക്ക് വന്നിട്ട് അവിടെ നിന്നിട്ട് കുറേ കാര്യം ചൊല്ലാണ്ടല്ലോ. ഒരു ദിക്ർ എന്താണ്? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. അതാണല്ലോ ചൊല്ലാനുള്ളത്. എന്താണ്? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്നാണ് ചൊല്ലേണ്ടത്. അപ്പോൾ അതവിടെ ഇതാ. ഇനി ഒന്നും കൂടി ഉണ്ട് ഇവിടെ അല്ലേ? മൂന്നാമത്തതും കൂടി ഉണ്ട്. ഇഖാമത്തിൽ പ്രത്യേകമായി 2 തവണ ബാങ്കു ഇഖാമത്തും കൊടുക്കുമ്പോൾ അതിൽ ഇഖാമത്തിൽ പ്രത്യേകമായി പറയേണ്ടത്. നമ്മൾ നേരത്തെ സുബ്ഹി ബാങ്കിൽ പ്രത്യേകമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് എഴുതിയത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം. അത് നേരെ തിരിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ ഇങ്ങനെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് ചൊല്ലേണ്ടത് ഏത് ബാങ്കിൽ നിന്നാണ്? ഇവിടെ ഇഖാമത്തിൽ പ്രത്യേകമായി നമ്മൾ എന്താണ് പറയേണ്ടത്? ബാങ്കിലെ വചനങ്ങൾ തന്നെയാണ് ഇഖാമത്തിലുള്ളത്. പക്ഷേ ഇഖാമത്തിൽ പ്രത്യേകമായി പറയേണ്ടത് ഖദ് ഖാമത്തിസ് സ്വലാ എന്നാണ് അല്ലേ? ഖദ് ഖാമത്തിസ് സ്വലാ എന്നാണ് പ്രത്യേകമായി പറയേണ്ടത്. അപ്പോൾ അതവിടെ എഴുതാം. ഇനി ആറാമതായിട്ടൊരു ആക്ടിവിറ്റി അതിൻ്റെ കൂടെ തന്നെ അർത്ഥം എഴുതാം എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെയാണ് അർത്ഥം എഴുതേണ്ടത്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി അത് ഒന്നാണ് ചുരുക്കി എഴുതുകയാണെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങനെ എഴുതിയാലും മതി. ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ എന്ത്? തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നും കൂടി എഴുതുക. അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമായി പറയുന്നു എന്നും കൂടി അതിൻ്റെ പിന്നാലെ കൂട്ടുന്നത് ഏറ്റവും നല്ലതാണ്. ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമായി പറയുന്നു. അങ്ങനെ ഇതാ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.